ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ ഇതാ പുതിയ ബെഡിലൊക്കെ കിടന്ന് ഉറങ്ങിയതാ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. അങ്ങനെ എണീറ്റ ഉടനെ തന്നെ ഇതാ ഞങ്ങൾ നേരെ പാറു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിക്കും സ്വിമ്മിംഗ് പൂളിക്കൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നേരെ പോയത് പാർക്കിക്കാണ്. നേരെ എണീറ്റ് അപ്പം തന്നെ നേരെ പാർക്കിക്കട്ടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ആ കർട്ടനൊക്കെ ഒന്ന് നീക്കി നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. നമ്മൾ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളായിരുന്നു. നേരെ പാർക്കും ഈ ഒരു ഏരിയയാണ് അവിടെ കാണൽ കേട്ടോ. അങ്ങനെ പാർക്കിക്ക് പോയി പാറക്കുട്ടി കുറേ എൻജോയ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു, കുടിക്കാതായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. നേരെ ഞങ്ങളിന്ന് രാത്രിയായിരുന്നു ഈ ഒരു വയനാട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാത്രിത്തെ കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അങ്ങനെ രാവിലെ ആവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പാർക്കിലെത്തിയ പാർക്കുട്ടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവൾ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. എല്ലാ കുട്ടികൾക്കും കളീനോട് ഭയങ്കര താല്പര്യം കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കേട്ടോ ആദ്യക്കുട്ടനെ എല്ലാ കാര്യത്തിലും പേടിയായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അന്ന് ആൾ ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ കുറേ നേരം അവരെ ഊഞ്ഞാലാട്ടി കൊടുത്ത് കുറേ നേരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതിക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സിന് എന്തോ ഒരു സന്തോഷം സമാധാനം കിട്ടിയ പോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പ്രകൃതി ഭംഗി എന്നൊക്കെ പറയാം. നല്ല മനോഹരമായിട്ടാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ചെറിയ മുളകൾ കൊണ്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാടുകൾ. ആ കാടിൻ്റെ ഉള്ളിൽ നേരെ ഒരു ഇരിക്കാനൊരു കസേരയും ചെയറും സംഭവവും കാര്യങ്ങളൊക്കെ മരത്തിൻ്റെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇത് ഞങ്ങൾ റൂമിൻ്റെ നേരെ കൊലായിൻ്റെ ഒരു ഭാഗമാണ്. കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വ്യൂ തന്നെ കേട്ടോ ഇവിടെ. പിന്നെ ആദ്യക്കൂട്ടം കുറേ നേരം ഏട്ടൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഏട്ടനും പാറുക്കുട്ടിയും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവന് പറ്റുന്ന രീതിയിൽ അവൻ എന്തൊക്കെയോ തൂങ്ങിപ്പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചായ അവരുടെ വകയിൽ തന്നെ തരും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ ഞങ്ങളതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി വന്ന ആ കാര്യങ്ങളും കഥകളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോണത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങളൊരു പ്ലാനിങ്ങിലാട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ കെറ്റിലിൽ ചായയൊക്കെ ചൂടാക്കിയതാണ്. ഏട്ടന് കാപ്പിയും ഞാൻ ചായയായിട്ട് കുടിച്ചത്. പഞ്ചസാര ഇന്നലെ രാത്രി ചായ കുടിച്ചതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ മധുരമിട്ട് കുടിക്കാറില്ല. അപ്പോൾ ഏട്ടന് മധുരമില്ലാത്തതും ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ കുടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ചായ. വിശന്നപ്പോൾ അങ്ങനെ കുടിച്ചതായിരുന്നു. പിന്നെയാണ് അവർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ അവരെ വകയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവരെ വകയായിരുന്നു. ഇഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല കടല കുറുമ, മുട്ട, അതേപോലെ പഴം പുഴുങ്ങിയത്, എല്ലാ വിധത്തിലുള്ള പപ്പായ, അതേപോലെ തണ്ണിമത്തൻ ജ്യൂസ് എല്ലാതും ഉണ്ടായിരുന്നു. ആദ്യക്കുട്ടനും പാറുകുട്ടിക്ക് ഞാൻ മുട്ട പുഴുങ്ങിയതും അതേപോലെ പഴമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നല്ലൊരു എന്താ പറയുക ഫുഡും കാര്യങ്ങളായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. വേണ്ടതൊക്കെ കഴിച്ചു. ഞങ്ങൾക്കാണ് വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം പാറു നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേര് വേൽച്ചെടി എന്ന് പറയും. ഞങ്ങളവിടെയൊക്കെ വേൽച്ചെടിയാണെന്ന് പറയലേ. നിങ്ങളവിടെ എന്താണെന്ന് പറയണമെന്ന് കമൻറ്റ് ചെയ്യേ. ഈ ഒരു വേൽച്ചെടിയിലുണ്ടല്ലോ നിറച്ച് ബട്ടർഫ്ലൈ ആയിരുന്നു. എന്ത് രസമായിരുന്നു കാണാനറിയാം. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ ആ പൂവിനെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു പുല്ല് പോലെ ഉള്ള സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ പോയത് എന്താ പറയുക സ്വിമ്മിംഗ് പൂളിക്കായിരുന്നു കേട്ടോ. അവൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് 8 മണിക്ക് ഓപ്പൺ ആക്കുള്ളൂ എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8 മണിയൊക്കെ ആയി കഴിഞ്ഞതിൻ്റെ ഇഷ്ടം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. പാറു ഭയങ്കര ഹാപ്പിയാണ് ആൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത്. അതേപോലെ പാറും ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഈ ഒരു എന്താ പറയുക ഹാപ്പിനെസ്സിൽ ഞങ്ങൾ നിൽക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ്. സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും, ഇരിക്കാനുള്ള കസേരകൾ, എല്ലാവിധ സംവിധാനം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക പബ്ലിക് അല്ലാതെ പ്രൈവറ്റായിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാറക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവൾക്കൊരു
വെള്ളത്തിലിടാൻ പറ്റി നല്ലൊരു കോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആദ്യക്കൂട്ടം കുറച്ച് നേരം നോക്കിയിരുന്നു. അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുളത്തിൽ കുളിക്കുന്നത്. പാറുക്കുട്ടി ഇങ്ങനെ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ കുളത്തിലൊക്കെ പാറുക്കുട്ടി കുളിച്ചിട്ടുണ്ട്. പാറുക്കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത്. അപ്പോൾ ആദ്യക്കൂട്ടൻ കുളത്തിനും കാര്യങ്ങളൊന്നും കുളിച്ചിട്ടില്ല. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ്റെ കൂടെ പാറുക്കുട്ടി കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങാതെ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടരികിലിരുന്നാണ്ട് ഞാൻ കുറേ നേരം ഇവർ കളിക്കണം, അച്ഛനും മക്കളും കളിക്കുന്നത് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനെ എപ്പോഴും കിട്ടില്ലല്ലോ, അപ്പോൾ അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരൊരുപാട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. കണ്ടില്ല, അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പാറുക്കുട്ടിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ, മുങ്ങിപ്പൊന്തോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ട് ഇട്ടതുകൊണ്ട് അവൾക്ക് എന്താ പറയുക ചെറിയൊരു ധൈര്യവും കാര്യം കിട്ടിയിട്ടുണ്ട്.